നമസ്കാരം. അങ്ങനെ നമ്മൾ ഗീതാമൃതം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ സജ്ജനങ്ങളെയും ഞാൻ എൻ്റെ ഗീതാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നും ഇതുപോലെ നമുക്ക് ഭഗവാൻ ആരോഗ്യവും ആയുസ്സും തരണം അല്ലേ? മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ആയുസ്സും നമുക്ക് തരണം വേണ്ടേ? അപ്പോൾ അതിനെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കണം. ഈ മയിൽപ്പീലി ചൂടിയിരിക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് കണ്ടില്ലേ? അതിൻ്റെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ മയിൽപ്പീലി ഭയങ്കര ഇഷ്ടം ഉള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എന്താ അറിയോ ഈ മയിൽപ്പീലി? ഞാനിത് വാങ്ങി വെച്ച മയിൽപ്പീലി അല്ല. ഇവിടെ ഇപ്പൊ മയിലുകളാണല്ലോ, ഇഷ്ടം പോലെ മയിലുണ്ടല്ലോ അല്ലേ? പണ്ടൊന്നും നമുക്ക് ഒരു മയിലിനെ കാണണമെങ്കിൽ ഇപ്പൊക്കെ കോഴി മേഞ്ഞ് നടക്കണ പോലെ മയിൽ മേഞ്ഞ്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ മയിലുകൾ ഇഷ്ടം പോലെ വരുമ്പോ അവര് കൊഴിച്ചിട്ടിട്ട് പോയ പീലികളാണിത്. അപ്പൊ ഭയങ്കര സന്തോഷം. നമ്മൾ വാങ്ങി വെക്കുന്നതും നമ്മുടെ വീട്ടിൽ കിട്ടണതും അല്ലേ, അതൊരു സന്തോഷമല്ലേ നമുക്ക്. അപ്പൊ അങ്ങനെ ഓരോരോ പീലികളായി ഞാൻ ഭഗവാന് ചാർത്തിയിരിക്കുന്ന ഈ മയിൽപ്പീലിയാണ്. മയിൽ കൊണ്ട് തരും, ഞാനത് എടുത്തു വെക്കും. അപ്പോ ആരോ കുറച്ച് പേര് മയിൽപ്പീലി വീട്ടിൽ വെച്ചാൽ വഴക്കുണ്ടാവുന്നു. എന്തൊക്കെ ചെയ്യുക, എന്താ പറയാ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? കോടക്കുഴലും മയിൽപ്പീലി ഇല്ലാത്ത കൃഷ്ണനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ മയിൽപ്പീലി വെച്ചാൽ വഴക്കുണ്ടാവും. പിന്നെ കുറെ അധികം ആൾക്കാരൊക്കെ മയിൽപ്പീലി മാറ്റി വെക്കത്ര. അതൊന്നും ഉണ്ടാവില്ല. ഈ വഴക്കൊക്കെ ഉണ്ടാവുക അവനവന്റെ അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അല്ലേ. അല്ലാതെ എന്താണ് മയിൽപ്പീലി വെച്ചുകൊണ്ട് വഴക്കുണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് എന്നത്തെയും പോലെ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 29ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം 30ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് തുടങ്ങാം. കൃഷ്ണൻ എന്താ പറയണ? ശ്രീകൃഷ്ണൻ ഭഗവാൻ അർജുനനോട് പറയാണ്. 30ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോച്യത്വമർഹസി. 30ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം എന്താ പറയുന്നത്? അല്ലയോ അർജുന, എല്ലാവരുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ ആത്മാവുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ദേഹവും ദേഹിയും. ദേഹത്തിൽ നിന്ന് ദേഹി, ആ ദേഹിയാണ് എന്ത്? ആത്മാവ്. അപ്പൊ പറയണേ ദേഹി നിത്യമദ്യോയം. എന്താണ്? എല്ലാവരുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ ദേഹി ഉണ്ടല്ലോ, ദേഹി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരണം എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദേഹത്തിൽ നിന്ന് ദേഹി വേർപ്പെടുന്നതാണ് മരണം എന്ന അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ആ ദേഹി എന്താണ്? ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് ഒരിക്കലും വധിക്കപ്പെടുന്നില്ല. അപ്പൊ നീ ഇപ്പൊ കൊല്ലുന്നു എന്നുള്ള ദുഃഖം പറഞ്ഞില്ലേ? അപ്പൊ നീ അവരുടെ ബോഡിയെ മാത്രമേ വധിക്കുന്നുള്ളൂ, ശരീരത്തെ മാത്രമേ കൊല്ലുന്നുള്ളൂ. വധിക്കുക പറഞ്ഞ എന്താ? കൊല്ലുക. ആത്മാവിനെ വധിക്കുന്നില്ല. അതാണ് ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അതിനാൽ സമസ്ത ജീവികളെ ഓർത്തും നീ വിഷമിക്കേണ്ട. ഈ യുദ്ധത്തിൽ കൊല്ലുന്ന ഇപ്പൊ നമ്മൾ പറയില്ലേ, പക്ഷികൾ മൃഗങ്ങൾക്കൊക്കെ ജീവനുണ്ട്. അപ്പൊ അന്നൊക്കെ ആന, തേര്, കുതിരാൾ പടകളായിരുന്നു അല്ലേ. അപ്പൊ മനുഷ്യർ മരിക്കുന്നതോടൊപ്പം തന്നെ എന്തുണ്ടാവും? ആ തേര് ചലിക്കുന്ന കുതിര ചിലപ്പോൾ മരിച്ചു പോവും, ആന മരിച്ചു പോവും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഏത് ജീവികളെയാണോ കൊല്ലുന്നത് അവർ മരിക്കുന്നു, ഈ രണത്തിൽ, ഈ യുദ്ധത്തിൽ മരിക്കുന്നത്. നീ അതിനെ പറ്റിയിട്ട് സമസ്ത ജീവികളെ ഓർത്തും നീ എന്ത് ചെയ്യേണ്ട അർജുന? വിഷമിക്കപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട് ഈ ദേഹിയെ വധിക്കാൻ ആർക്കും പറ്റില്ല. ദേഹത്തെ മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആനയുടെ ദേഹത്തെ വധിച്ചാലും, കുതിരകൾ മരിച്ചാലും, അതുപോലെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യർ മരിച്ചാലും നീ വിഷമിക്കേണ്ട. അവരുടെ ആത്മാവിനെ, ആനയുടെയും കുതിരയുടെയും മനുഷ്യരുടെയും എല്ലാം ആ ദേഹിയെ കൊല്ലുവാൻ ആരാലും സാധിക്കില്ല അർജുന. അതുകൊണ്ട് നീ ഒരിക്കലും അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് അദ്ദേഹം 30ാമത്തെ ശ്ലോകത്തില് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. 31ാമത്തെ ശ്ലോകത്തിൽ എന്താ അദ്ദേഹം പറയുന്നത്? ശ്രീകൃഷ്ണ പരമാത്മാവ് എന്താ പറയുന്നത്? സ്വധർമ്മമപി ചാവേശ്യ ന വികമ്പിതുമർഹസി ധർമാധിയുദ്ധാശ്രയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. എന്താ പറയണത്? സ്വധർമ്മമപി ചാവേഷു. സ്വന്തം ധർമ്മത്തെ നോക്കിയിട്ടാണെങ്കിലും ന വികമ്പിതുമർഹസി. നീ പതറാൻ പാടില്ല. നിന്റെ സ്വന്തം ധർമ്മത്തിലുള്ളവരെയൊക്കെയാണ് നീ നോക്കണം. നീ ഒരിക്കലും പതറരുത്.
പതറാൻ വികമ്പിക്കാൻ പാടില്ല, പതറരുത്. ധർമ്യാധിയുദ്ധാത് ശ്രേയോ അന്യത്. എന്താണ്? ക്ഷത്രിയന് ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായിട്ട്, അതാണ് പറയുന്നത്. ക്ഷത്രിയസ്യ ന വിദ്യത. ക്ഷത്രിയനായ നീ ഒരു ക്ഷത്രിയനാണ്. അതുകൊണ്ട് ക്ഷത്രിയനായ നീ ഒരിക്കലും ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് നീ ചിന്തിച്ചോ. ഞാൻ ഈ ചെയ്യുന്ന യുദ്ധം ധർമ്മയുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് നമ്മൾ തുടങ്ങുന്നുണ്ട്. എന്താണ്? കുരുക്ഷേത്രം ഒരു ധർമ്മയുദ്ധമാണ്. ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിൽ ആരാ ജയിക്കുക? ധർമ്മം മാത്രം ജയിക്കുക. പാണ്ഡവരിൽ ധർമ്മം ഉള്ളത് കൊണ്ടാണ് അവർ ജയിച്ചത്. അവരിൽ ധർമ്മം ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ അവരുടെ പക്ഷത്ത് അവർക്ക് അനുഗ്രഹം കൊടുത്തത്. ധർമ്മമില്ലെങ്കിൽ ഭഗവാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള ചിന്ത പാടില്ല. നാമം ജപിച്ചുകൊണ്ട് അധർമ്മം ചെയ്യാൻ പാടില്ല. ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്, അധർമ്മത്തിനെതിരായിട്ട് കൈ ചൂണ്ടുന്നതും അതുപോലെ ഒരു അധർമ്മം കാണുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നതും ആ അധർമ്മം അത് ധർമ്മമല്ല നീ ചെയ്യുന്നത് എന്ന് പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റവും ഒരു ഭക്തന് വേണം. അവനാണ് ശരിയായ ഭക്തൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലത്തെ കാലത്ത് അധർമ്മമാണെന്ന് പോലും പറഞ്ഞാൽ പോലും മിണ്ടാതെ നിൽക്കുന്നവരാണ് ബന്ധുജനങ്ങളിലും സുഹൃത്തുക്കളെല്ലാം. അവർക്ക് അറിയാത്ത അധർമ്മമാണ്, അത് പറയാനുള്ള ഗട്ട്സ് അല്ല അവർക്ക് ഉണ്ടാവില്ല. ഭഗവാൻ പറയുന്നു ആ ഒരു ചാങ്കൂറ്റവും വേണം, എന്നാലേ ശരിയായ ഒരു ഭക്തൻ എൻ്റെ ഭക്തൻ എന്നാവുള്ളൂ. അധർമ്മത്തെ ധർമ്മമാണെന്നും അധർമ്മത്തെ അധർമ്മമാണെന്നും ചൂണ്ടിക്കാണിച്ച് പറയാനുള്ള ഒരു ചങ്കൂറ്റവും ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു ഭക്തയ്ക്ക് ഉണ്ടാവണം എന്ന് അദ്ദേഹം ഇതിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് 25 അല്ല, നമ്മള് 30-31 കഴിഞ്ഞു. നമ്മളിപ്പോ 31 നമ്മൾ എന്താ പറയുന്നത്? 31 ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, ധർമ്മഭി ചാവേശ്യന വികമ്പിതുമർഹസി. സ്വന്തം ധർമ്മത്തെ നോക്കിയിട്ടാണെങ്കിലും നീ പതറരുത് അർജുന, കാരണം നീ ഒരു ക്ഷത്രിയനാണ്. ധർമാതിരുദ്ധ ശ്രേയോന്യ ക്ഷത്രിയസ്യന വിദ്യതേ. ക്ഷത്രിയനായ നീ എന്താണ്? ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായിട്ട് മറ്റൊന്നും തന്നെ നിനക്കില്ല. അതുകൊണ്ട് നീ ക്ഷത്രിയനായ നീ യുദ്ധം ചെയ്യേ, ക്ഷത്രിയ ധർമ്മം നടത്ത് എന്ന് ഭഗവാൻ 31 ശ്ലോകത്തില് അർജുനനോട് പറഞ്ഞു. അപ്പൊ നമുക്ക് 32 ശ്ലോകത്തോടു കൂടി ഇന്ന് നിർത്താം. നിങ്ങൾക്ക് രാധാകൃഷ്ണന്മാരുടെ കഥയോടുകൂടി നമുക്ക് നിർത്തണം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ 31 എല്ലാത്തിലും ഇപ്പൊ ഇതിലെ നമ്മൾ പറയുമ്പോ മുഴുവൻ ആത്മാവിനെ പറ്റിയിട്ടാ പറയണേ അല്ലെ? ബോഡിയെ പറ്റി ചിന്തിക്കണ്ട, ദേഹത്തെ പറ്റി നീ ചിന്തിക്കരുത്. ആത്മാവ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിനെ, അർജുനന്റെ മനസ്സിനെ ശക്തിപ്പെടുത്താണ്. അപ്പൊ 32 ശ്ലോകത്തിലെ ഭഗവാൻ എന്താ പറയണേ? യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. അദ്ദേഹം വീണ്ടും എന്താ പറയുന്നത്? യദൃച്ഛയാ ചോപപന്നം, യാദൃച്ഛികമായി വന്നു ചേർന്നതും, സ്വർഗദ്വാരമപാവൃതം, സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതുമായ ഇതുപോലുള്ള ധർമ്മയുദ്ധം. ഈ ധർമ്മയുദ്ധം നീ ചെയ്താൽ നിനക്ക് സ്വർഗപ്രാപ്തി കിട്ടും, അല്ലെങ്കിൽ നിനക്ക് സ്വർഗപ്രാപ്തി ഒന്നും ഉണ്ടാവില്ല, നീ നരകത്തിലാ പോവുക. അപ്പൊ ഇത് എതിർച്ചയാ വന്നു ചേർന്നതല്ലേ, അല്ലാതെ ആദ്യമായി എഴുതി വെച്ചിട്ടൊന്നുമല്ലല്ലോ. ഇതിങ്ങനെ എതിർച്ചയാ വന്നു ചേർന്നിട്ടുള്ളതും അതുപോലെ സ്വർഗദ്വാരം അപാവൃതം, സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതുമായ സുഖിന ക്ഷത്രിയാ പാർത്ഥ, ഇതുപോലുള്ള ധർമ്മയുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. യുദ്ധമീദൃശം, അവർ സുഖികളാകാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോ. നിനക്ക് സ്വർഗപ്രാപ്തിക്ക് വേണ്ട ആ യാദൃച്ഛികമായി വന്നു ചേർന്നിട്ടുള്ള ഈ യുദ്ധം നിനക്ക് സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതുമാണ് ഈ ധർമ്മയുദ്ധം. അദ്ദേഹം വീണ്ടും വീണ്ടും പറയാണ്, യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം, യദൃച്ഛയാ വന്നു ചേർന്നിട്ടുള്ളതാണെങ്കിലും സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതുമായ സുഖിന ക്ഷത്രിയാ പാർത്ഥ. എന്താണ്? ഇതുപോലുള്ള ധർമ്മയുദ്ധം ആർക്കാണ്? ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അവര് സുഖികളുമായി മാറും. അതുകൊണ്ട് നീ ധൈര്യപൂർവം യുദ്ധം ചെയ്തോളൂ പാർത്ഥ എന്ന് ഭഗവാൻ 32 ശ്ലോകത്തിൽ. അപ്പൊ നമ്മൾ ഇന്നത്തോടുകൂടി 32 ശ്ലോകത്തോട് കൂടിയിട്ടാണ് നിർത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് രാധാദേവിയെ പറ്റിയിട്ട് അറിയണം ടീച്ചറെ, ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫോൺ കോൾസ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു രാധാദേവി ഭഗവാനോട് പറഞ്ഞു അല്ലേ, അവർ തമ്മിലുള്ള അവരുടെ സൗഹൃദ സംഭാഷണം, അവരുടെ ലീലകളിലെ അവരുടെ പ്രേമ എന്താ പറയുക
പറയാ ആ രസച്ചടടുകളിലെല്ലാം ഒരു രാധാദേവിയുടെ ചോദ്യങ്ങളാണ്. അപ്പൊ രാധാദേവി ചോദിച്ചു, ഭഗവാന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്നേഹത്തെ പറ്റിയും സുഹൃത്ത് ബന്ധത്തെ പറ്റിയും പറഞ്ഞു തന്നൂലോ. അപ്പൊ ചോദിക്കുകയാണ്, ഭഗവാനെ ഞാൻ എവിടെയാണ് അങ്ങയുടെ ഞാൻ എവിടെയാണ് അങ്ങയുടെ അങ്ങക്ക് എന്താണ് എന്നെ? അപ്പൊ പറയും, അതേ നീ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിനുള്ളിൽ, എൻ്റെ ജീവനിൽ, എൻ്റെ മിടിപ്പിൽ എല്ലാം. എവിടെയാണ് ഞാൻ ഇല്ലാത്തത് ചോദിക്കാണ്. എവിടെയാണ് ഞാൻ ഉള്ളത് ചോദിച്ചപ്പോ ഭഗവാൻ എന്താ പറഞ്ഞത്? എന്നിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ, അല്ലേ? അപ്പൊ ഭഗവാനെ ഞാൻ എവിടെ ഇല്ലാത്തത്? രാധാദേവി ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, എൻ്റെ വിധിയിൽ നീ ഇല്ല രാധേ. ഭഗവാന്റെ വിധിയിൽ രാധ ഇല്ല. എന്താണ് വിധി? വിധി എന്ന് പറയില്ലേ നമ്മള്, വിധിയാണത്, സഹിക്കണം എന്ന് പറയില്ലേ ഓരോ വിധി. എന്താണ്? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാധാദേവിയെ കല്യാണം കഴിക്കും. രുക്മിണി സത്യഭാമയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നൂലേ അദ്ദേഹം. അപ്പൊ രാധാദേവിയെ നിങ്ങൾക്ക് ഉള്ളിലുള്ള സംശയമല്ലേ, എന്തുകൊണ്ട് ഭഗവാൻ രാധാദേവിയെ കല്യാണം കഴിച്ചില്ല അല്ലെ? അപ്പൊ രാധാദേവിയോട് ഭഗവാൻ പറഞ്ഞപ്പോ ചോദിച്ചു, ഇത്രേ അങ്ങയുടെ ഉള്ളിൽ ഞാൻ ഉണ്ടെങ്കിൽ അങ്ങ് എന്താണ് എന്നെ സഖി ജീവിതത്തിലേക്ക് സഖിയാക്കാതെ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഇത്രേ രാധേ, വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതും അല്ല കാര്യമല്ലേ? ഞാനും നീയും ഒരേ ആത്മാവല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? ആത്മാവ്, ഒരേ ആത്മാവല്ലേ നമ്മള്? അതുകൊണ്ടാണ് എൻ്റെ വിധിയിൽ നീ ഇല്ല രാധേ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റാത്തത്, രാധാദേവിയെ കല്യാണം കഴിക്കാൻ പറ്റും. പക്ഷെ രാധേ എന്ന് വിളിച്ചാലേ ഭഗവാൻ അതുകൊണ്ടാണ് രാധാദേവിയുടെ നാമം ചൊല്ലിക്കോളൂ എന്ന് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ എവിടെ ഇല്ലാത്ത ചോദിച്ചപ്പോ രാധാദേവിയോട് എന്താ ഭഗവാൻ പറഞ്ഞത്? വിധിയിലില്ല എന്ന് പറയുന്നു അല്ലെ? വിരഹത്തിലാണ് രാധാദേവി. അതാണ് രാധാവിരഹം അല്ലെ? ആ വിരഹത്തിലാണ് ഭഗദേവി ഉള്ളത് എന്ന് പറയും. അപ്പൊ ചോദിച്ചു, ഈ സ്നേഹത്തിന്റെ അർത്ഥം ശരിക്കും എന്താണ് ഭഗവാനെ? സ്നേഹം എന്നാൽ എന്താണ് എന്ന് രാധാദേവി അവസാനമായി ഭഗവാനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സ്നേഹത്തിന് അർത്ഥമുള്ളിടത്ത് സ്നേഹമില്ല എന്ന് ചോദിച്ചു. അർത്ഥമുള്ളിടത്ത് എന്താ അർത്ഥം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല കേട്ടോ. തായും ഈ രഥത്തിലെ തായും കൂടിയുള്ള അർത്ഥം, അതിന്റെ അർത്ഥം ധനം എന്നാണ്. ധനമുള്ളിടത്ത് സ്നേഹമില്ല. പണം, ശരിയാണല്ലേ? പണം കുറെ കുമിഞ്ഞു കൂടിയത് കൊണ്ട് ആ വീട്ടിൽ സ്നേഹം ഉണ്ടായിരിക്കണം എന്നുണ്ടോ? കുറേ ധനം സമ്പാദിച്ച ഒരു വ്യക്തിക്ക് മനസ്സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ചുറ്റുപാടിൽ നോക്കൂ നിങ്ങൾ. അപ്പൊ ഭഗവാൻ പറയാൻ അർത്ഥമുള്ളിടത്ത് സ്നേഹമില്ല. അനി അർത്ഥമുള്ളിടത്ത് സ്നേഹം വേണമെങ്കിലോ ധനമുള്ളിടത്ത് അത്രയും ഭക്തിയോടുകൂടി ധർമ്മത്തിനനുഷ്ഠിതമായി അർഹതപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി മറ്റുള്ളവരെ സമീപിച്ച് വാക്കിലൂടെ ഒരാളെ സമാധാനിപ്പിക്കുക, നമ്മുടെ ദേഹത്തോടുകൂടി ദേഹം കൊണ്ട് ഒരാൾക്ക് ആശ്വസിപ്പിക്കുക, ഒരാളെയെങ്കിലും ദുഃഖത്തിൽ നിന്ന് കരകയറ്റി കിടത്താൻ പറ്റുന്ന ഏത് ധനമുള്ളിടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ധനം കുമിഞ്ഞുകൂടിയ ഒരു വീട്ടിലും ഒരു വ്യാപാരിയുടെ ഒരു വലിയ വലിയ എന്താ പറയുക ജന്മികളുടെ ഇടയിലും ഇല്ല എന്നുള്ളതാണ് ശുദ്ധമായ സത്യം അല്ലേ? ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പൊ ഭഗവാൻ രാധാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നും രാധാദേവിയെ സ്മരിക്കണേ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാധാദേവിയുടെ നാമം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് പറയണം? രാധേ ഗോവിന്ദ അല്ലെങ്കിൽ രാധേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഭഗവാൻ പെട്ടെന്ന്, അപ്പൊ ഭഗവാന്റെ ഉള്ളിൽ അതാത്ര എന്നെ അല്ലല്ലോ, എൻ്റെ സഖിയെ കൂടി അവർ ചിന്തിച്ചില്ലേ അല്ലേ? അപ്പൊ നമ്മൾ രുക്മിണി ദേവിയെ നമ്മൾക്ക് സ്മരിക്കണോ? അതുപോലെ എന്താ പറയുക സത്യഭാമ നമ്മൾ പറയണ്ടോ? നമുക്കറിയാം ഭഗവാന്റെ ധർമ്മപത്നികളാണ് അവരൊക്കെ എന്ന്. പക്ഷെ എന്നാലും രാധയ്ക്കുള്ള എന്താ കാരണം? ജീവാത്മാവ്, അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെയാണ്. രാധയും കൃഷ്ണനും വേറെയല്ല, ഒന്നാണ്. അതുകൊണ്ടാണ് അത്ര രാധാദേവി അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റിയത്. ആത്മാക്കൾ ഒരേ ആത്മാവിന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാരണം എന്താ? വിവാഹം രണ്ടുപേര് ചേർന്നിട്ടുള്ളതല്ലേ. എത്ര പരിപാവനമായ പവിത്രമായ ഒരു ബന്ധമാണ് അല്ലെ രാധാകൃഷ്ണന്മാര്. അപ്പൊ ഇന്ന് നമുക്ക് രാധാകൃഷ്ണ പ്രേമത്തിൽ നമുക്ക് മുഴുകിക്കൊണ്ട് അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആ രാധാദേവിയുടെ നാമം ഒന്നും കൂടി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി നമാമി ഹരിപ്രിയേ. ഒരു കാര്യം കൊണ്ട് നമുക്ക് പറയാം. ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ